ചിലരങ്ങനെയാണ്. അവരുടെ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അവരുടെ മക്കളെ അറിയിക്കാതെ അവരെ വളർത്തി നല്ല നിലയിലെത്തിക്കും. എന്നാൽ അവരുടെ അവസാനമോ വല്ല അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ വഴിയോരങ്ങളിലോ ആയിത്തീരും. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഹലോ, ആംബുലൻസ് അല്ലേ? അതെ. ഇവിടെ പൊട്ടിപ്പാളത്തിൽ ബോഡി കിടക്കുന്നുണ്ട്. ആ. പെട്ടെന്ന് വരോ? അതെ വരൂ. ഫാസിലെ, ആ പൊട്ടിപ്പാലത്തിൽ ബോഡി ഇറക്കണ്ടേന്ന് നീ വേറെ റെഡിയേ. എടാ, നീ ആ സ്റ്റേഷനിലേക്ക് ഒന്ന് വേഗം വിളിക്കും. ഇതിപ്പോ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ വഴി അതില് ചാടണം, വേറെ വഴിയില്ല. ചാടണമെന്നോ? വേറെ വഴിയില്ല, ചാടുന്നോ? അമ്മയുടെ ബോഡി കൊണ്ടുവന്നത് നിങ്ങളാണോ? അതെ. അമ്മയുടെ ബോഡിയിൽ നിന്നൊരു ഡയറി കിട്ടിയിട്ടുണ്ട്. സുജിത് മകൻ എന്നൊരു നമ്പർ കാണാം. ഹലോ, സുജിത്തല്ലേ? ആ അതെ, ആരാണ്? ഈ ആംബുലൻസ് ഡ്രൈവറാണ്. നമുക്ക് ദുരൂഹ സാഹചര്യത്തിൽ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡയറിയിലെ മകൻ പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ കൊടുത്തേക്കും. അങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് ഇല്ലല്ലോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ 5-6 വർഷമായി. ഒരു ആൾക്കാരുടെ ആവശ്യം, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ബോഡിനെ സെറ്റ് ചെയ്യണം പ്ലീസ്. നിങ്ങളോട് ഞാൻ പറഞ്ഞോ പോയി നോക്കാൻ ഇടപെടാനൊക്കെ? അതവിടെ കിടക്കൂലായിരുന്നോ? ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ടത് ഒഴിഞ്ഞു കിട്ടാൻ? നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇനി പൈസ വല്ലതും വേണോ അത് പറ. ആൾക്കൊരു കോപ്പം വേണ്ട, ഒരു പൈസയും വേണ്ട. ആൾക്കാർ എന്താ ചെയ്യണ്ടേനെ? പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ പെറ്റി ഇത്രയും വളർത്തി വലുതാക്കിയ മോർച്ചയിൽ കിടക്കുന്നത് നിന്റെ അമ്മയാണ്, അല്ലാതെ പുരാവസ്തുവല്ല പൈസ ഒക്കെ തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടി, നിനക്ക് മക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അനുഭവിച്ചോ, വേറെ ആരും കാണത്തില്ല, ഞങ്ങൾക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ഓർത്തോ വെച്ചിട്ട് പോടാ. എന്താ പ്രശ്നം? അയാൾ ഈ അമ്മ കേട്ടിട്ട് 5-6 കൊല്ലായില്ലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നത്? ആൾക്കാണ് കയ്യിൽ നിന്ന് പോയിട്ട്. ഇനി ഒരു കാര്യം ചെയ്യും, ആ ആരിസിനെ വിഷ്ണുവിനെ വിളിക്കും. കോപ്പ്. എടാ, ആരിസ് എവിടെ? ആടാമ്പണോട്ടുണ്ട്. ഈ എത്രയും പെട്ടെന്ന് നമ്മുടെ മദർ കെയർ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വാ. ഫാസിലെ, മോനിയോ, ഒരു വഴിയുണ്ട്. ആരോരും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചില മനുഷ്യർ കാണും കേട്ടോ.